ചെസ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യ ഗെയിമാണെന്ന് തോന്നിപ്പോകുന്നു. ഭാഗ്യമല്ല, നമുക്ക് ടാലൻസ് ഉണ്ട്. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ദിവ്യ ദേശ്മുഖ് 39 വയസ്സുള്ള റെയിനിങ് ചാമ്പ്യനെ തോൽപ്പിക്കുകയാണ്. അവർ ഇന്ത്യക്കാരിയാണ്. കൊനേരു ഹംപി 39 വയസ്സുണ്ട്. ദിവ്യ ദേശ്മുഖിന് 19 വയസ്സ്. അപ്പം നേരെ പകുതിയേ ഉള്ളൂ പ്രായം. തലമുറകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പോലെ, തലമുറകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന പോലെ. ദിവ്യ ദേശ്മുഖ് ഇപ്പോൾ ലോക ചാമ്പ്യനായി കഴിഞ്ഞിരിക്കുന്നു. അസ്റ്റോണിഷിംഗ് പെർഫോമൻസ് എന്ന് പറയാം. നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ്. ജോർജിയയിലാണ് ഈ അത്ഭുതം സംഭവിച്ചത്. കൊനേരു ഹംപി ആണെങ്കിൽ 4ാം സീഡാണ്. 4ാം സീഡുകാരിയാണ്. ദിവ്യയാണെങ്കിൽ 15ാം സീഡുകാരി. അപ്പോൾ ആ സീഡിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. സീഡുകളൊക്കെ വേഗത്തിൽ മറികടന്നുകൊണ്ട് ഈ കുട്ടി മുന്നേറുകയാണ്. 45 ലക്ഷം രൂപയാണ് പ്രൈസ് മണിയെങ്കിലും മഹാരാഷ്ട്രക്കാരി ആയതുകൊണ്ട് മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇന്ന് 3 കോടി രൂപയുടെ ചെക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെ വേണം, ഗവൺമെൻറ്റുകൾ അങ്ങനെ വേണം. യങ് ടാലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ സ്പോർട്സ് ഗെയിം, നമ്മുടെ സ്പോർട്സ് നയം. 3 കോടി രൂപ ഒരു വിന്ന്. രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചതിന് കൊടുത്ത ഒരു സമ്മാനം. 3 കോടി രൂപ ഇന്ന് ചെക്കായിട്ട് കൊടുത്തു കഴിഞ്ഞു. റെയിനിങ് വേൾഡ് ചാമ്പ്യനെ തോൽപ്പിക്കുക. ഇനിയും അങ്ങനെ കഴിഞ്ഞ വർഷത്തെ വിന്നർ പ്രതീക്ഷ പുലർത്തണ്ട എന്നൊരു മെസ്സേജാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഡോമിനൻസാണ് ഗെയിമിൽ കണ്ടത്. ഈ രണ്ടുപേരും ഫൈനലിൽ വരിക, അവർ തമ്മിൽ മത്സരിക്കുക. രാജ്യത്തിൻ്റെ ഡോമിനൻസാണ് നമ്മൾ കണ്ടത്. ഇവർ മാത്രമല്ല, ക്വാർട്ടർ ഫൈനൽസ് കയറിയ മറ്റ് 2 കുട്ടികളുണ്ട്. ഡി ഹരിക, ആർ വൈശാലി. അവരും ക്വാർട്ടർ ഫൈനൽസ് വരെ എത്തി. അപ്പോൾ നമ്മുടെ ഒരു പുരോഗതിയാണ്, ആ ഗെയിമിലുള്ള ഒരു പുരോഗതി അത് കാണിക്കുകയാണ്. അഡ്വാൻസ് ചെയ്യുകയാണ് നമ്മൾ മുന്നോട്ട്. ഗ്രേറ്റ് ഷോ ജോർജിയയിൽ നടത്തിയ ഒരു ഗ്രേറ്റ് ഷോ എന്ന് പറയാം. പക്ഷേ ഇതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല ഇന്ത്യ സൂപ്പർ പവറാണെന്ന്. ഒരിക്കലും അല്ല. ഇന്ത്യ ചെസ്സിലെ സൂപ്പർ പവറൊന്നും അല്ല. കാരണം ആദ്യത്തെ 3 റാങ്കുകളും ഇപ്പോഴും ചൈനയ്ക്കാണ്. 4-5 റാങ്കുകളാണ് അവർക്ക് ഇട്ടിരിക്കുന്നത്. 1, 2, 3 റാങ്കുകൾ ഇപ്പോഴും ചൈനയ്ക്കാണ്. ചൈനയ്ക്ക് അതിനകത്തൊരു ഒരു ലെഗസി ഉണ്ട്. ചെസ്സിൻ്റെ കാര്യത്തിൽ ലെഗസി അവർക്കുണ്ട്. പക്ഷെ നമ്മൾ സൂപ്പർ പവർ അല്ല ഒരിക്കലും. പക്ഷേ ആകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം. നമ്മുടെ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെയാണ് ചെസ്സിൻ്റെ കാര്യം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡോമിനൻസ് നടത്താൻ കഴിയുന്ന ഗെയിമായിട്ട് മാറിക്കഴിഞ്ഞു ചെസ്സ്. ബെസ്റ്റ് യങ് ടാലൻസ് നമുക്കുണ്ട് പുരുഷന്മാരുടെ ഇടയിൽ. അതും 18-19 വയസ്സുള്ള പിള്ളേർക്കാണ് മുന്നോട്ട് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല ടാലൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഗുഗേഷ് നമ്പർ 4 ആണ്, വേൾഡ് ചാമ്പ്യൻ. പ്രജ്ഞാനന്ദ നമ്പർ 5 ആണ്. അർജുൻ എറിഗായ്സി. അങ്ങനെ പല പേരുകളും നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. നമ്മൾ വളരെ പവർഫുള്ളാണ് പുരുഷന്മാരുടെ ചെസ്സിൻ്റെ കാര്യത്തിൽ. എന്നാൽ സ്ത്രീകളുടെ ബെഞ്ച്, ആ ടീം
അത്രയും ശക്തമാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. നമുക്ക് കഴിഞ്ഞ വർഷം വേൾഡ് ചാമ്പ്യനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ഈ വർഷവും വേൾഡ് ചാമ്പ്യനെയും റണ്ണറപ്പിനെയും ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും നമ്മുടെ ബെഞ്ച് അത്രയും ശക്തമല്ല. ചൈനയുടെ ബെഞ്ചിൻ്റെ അത്രയും. പക്ഷെ ഒരു കാര്യം നമുക്ക് കുറച്ച് കാണിക്കേണ്ട, ദിവ്യയുടെ സ്റ്റണ്ണിങ് സക്സസ്, അത് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം, എൻകറേജ് ചെയ്യണം, ഇൻസ്പയർ ചെയ്യണം. പ്രചോദനം കൊടുക്കാൻ കഴിയുന്ന പ്രചോദനത്തിൻ്റെ ഒരു മുഹൂർത്തമാണ് ഈ വിക്ടറി. ചെസ്സിലേക്ക് കാലെടുത്ത് വെക്കുവാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് കഴിയണം. സ്കൂളുകളിൽ അത് ആരംഭിക്കണം. ചെസ്സിൽ നമുക്ക് സാധ്യതകളുണ്ടെന്ന് അവർ തെളിയിച്ചതിലേക്ക് ഒരു ഇൻസ്പിരേഷൻ ദിവ്യ എന്ന 19-കാരിൽ നിന്ന് ഈ വർഷം നമ്മുടെ കുട്ടികൾക്കുണ്ടാകണം. നമ്മുടെ പേരൻസ് അങ്ങനെ ചെസ്സിലേക്ക് വരുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാ സ്കൂളുകളിലും പ്രത്യേകിച്ച് താഴത്തെ ക്ലാസ് മുതൽ ചെസ്സ് ഒരു വിനോദമായിട്ട് മാറ്റണം. കോമ്പറ്റീഷൻസ് ധാരാളം കൊടുക്കണം, എക്സ്പോഷർ കൊടുക്കണം, മത്സരത്തിൻ്റെ എക്സ്പോഷർ കൊടുക്കണം. കാരണം വേൾഡ് ചാമ്പ്യൻസ് നമ്മുടെ ഇരിക്കുന്നത്, അവരെയൊക്കെ വിളിക്കണം. അവരെയൊക്കെ വിളിച്ചിട്ട് എക്സ്പോഷറിന് സാധ്യതയുണ്ട്, അവരുടെ സ്കില്ല് മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് പേരൻസ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം ഈ ഗെയിം ഓപ്റ്റ് ചെയ്യുവാൻ. കാരണം സ്പോർട്സ് ഒരു കരിയറാണ്. ഇക്കാലത്ത് സ്പോർട്സും ഗെയിംസും കരിയറാണ്. ഫുട്ബോൾ കൊണ്ട് എത്ര പേര് ജീവിക്കുന്നു, എത്ര ക്ലബ്ബുകളിൽ ആരൊക്കെ. നമുക്ക് ഫുട്ബോളിൻ്റെ വലിയ പാരമ്പര്യമൊന്നും വലിയ ടീമുകളൊന്നും ഇന്ത്യയിൽ പറയാനില്ല. ഏഷ്യൻ ഗെയിംസിൽ പോലും നമ്മുടെ നിലവാരം മോശമാണ്. പക്ഷേ ഫുട്ബോൾ ഗെയിംസ് കൊണ്ട് ഏതെല്ലാം ടീമുകൾ, എത്ര മലയാളികൾ ജീവിക്കുന്നു, എത്ര ഇന്ത്യക്കാരെ ആ ഗെയിം ഒരു കരിയറായിട്ട് മാറ്റി. ഫുട്ബോൾ മാത്രമല്ല, ക്രിക്കറ്റ് നമ്മുടെ കരിയറല്ലേ. ക്രിക്കറ്റിൽ വലിയ കരിയർ ഉണ്ട് ഇല്ലേ? എന്തെല്ലാം സ്ഥാപനങ്ങൾ ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഫുട്ബോളും ക്രിക്കറ്റും മാത്രമാണ്, വോളിബോളുണ്ട്, ബാസ്കറ്റ് ബോളുണ്ട്. വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഇപ്പോൾ സാധ്യതകൾ കിട്ടുകയാണ്. പക്ഷേ നമ്മൾ നിഗ്ലക്റ്റ് ചെയ്യുന്നതിൽ ഗെയിംസ് ഉണ്ട്. അവിടെ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതിലൊന്നാണ് ചെസ്സ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രാവിലെ എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ പോക്ക് ജഡ്ജ് ചെയ്യുമ്പോൾ കാണാൻ കഴിയും, ഇപ്പോഴത്തെ നമ്മുടെ ചാമ്പ്യൻഷിപ്പ് അടുത്ത ഒളിമ്പിയാഡിൽ നിലനിർത്താൻ പറ്റും. കഴിഞ്ഞ ഒളിമ്പിയാഡ് നമ്മുടെ ആയിരുന്നല്ലോ. ഈ ഒളിമ്പിയാഡും ഈ വരാൻ പോകുന്ന ഒളിമ്പിയാഡും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ പെർഫോമൻസ് ജഡ്ജ് ചെയ്യുമ്പോൾ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നമുക്ക് ഒരു 8 ഇന്ത്യക്കാരേ ഉള്ളൂ ഒരു വേൾഡ് ക്ലാസ്സിൽ പെടുന്നത്. 8 പേരേ ഉള്ളൂ. ചൈനയ്ക്കതല്ല, അതിൽ കൂടുതലുണ്ട്. പക്ഷെ അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന കുട്ടികൾ ധാരാളം ഉണ്ടാകും. 8 ചിലപ്പോൾ 16 വരുമ്പോഴത്തേക്ക് വേൾഡ് ക്ലാസ്സിൽ പെടുന്നവരെ. ചൈനയ്ക്ക് 14 ഉണ്ട്. നമുക്ക് 8 ഉള്ളെങ്കിലും അവർക്ക് 14 ഉണ്ട് വേൾഡ് ക്ലാസ്സിൽ പെടുന്നവരെ. അവസാനത്തെ ആദ്യത്തെ 2-3 റാങ്കുകളും ചൈനക്കാരാണെന്ന് ഓർത്തോണം. അപ്പം നമ്മുടെ പ്രധാന ശത്രു ചൈനയാണ്. ശത്രു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് സെൻസിൽ തന്നെയാണ്. സ്പോർട്സ് നമ്മുടെ റൈവൽ എനിമിയല്ല, നമ്മുടെ റൈവൽ ചൈനയാണ്. അവർക്കാണ് കൂടുതൽ ടാലൻസ്. അപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. കുട്ടിക്കാലത്ത് തന്നെ ഈ കുഞ്ഞുങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യണം, ടീം സെറ്റപ്പ് ചെയ്യണം, ചെസ്സ് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു ഗെയിമായിട്ട് നല്ല ട്രെയിനിങ് കൊടുക്കണം, എക്സ്പോഷർ കൊടുക്കണം, ടൂർണമെൻറ്റ്സ് നടത്തണം. അങ്ങനെ ചെസ്സിൽ നമ്മൾ ഇങ്ങനെ ധാരാളം നമുക്ക് ഗെയിംസ് ഉണ്ട് മുന്നേറുവാൻ. പക്ഷേ ദിവ്യയുടെ ഈ വിജയം, ഈ 19-കാരി ദിവ്യ ദേശ്മുഖിൻ്റെ വിജയം, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.